40 കോടി രൂപ നഷ്ടം. സ്റ്റാഫിനോട് പറഞ്ഞു ഈ ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോവുകയാണ്. മുന്നറിയിപ്പ് നൽകി. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോവുകയാണെന്ന്. എന്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടണം എന്ന ലോജിക്കലായിട്ടുള്ള സംശയം നിങ്ങൾക്ക് ഉയർന്നു വരുമല്ലോ. ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള, ഏറ്റവും കൂടുതൽ ബ്രാൻഡായി കച്ചവടം ചെയ്യാൻ പറ്റിയ ഫുട്ബോൾ ബ്രാൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഇന്ത്യയിലെന്നല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും കരുത്തുള്ള പോപ്പുലർ ബ്രാൻഡുകളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. അങ്ങനെ ഒരു ബ്രാൻഡ് അടച്ചു പൂട്ടണം എന്ന് പറയുന്നതിൽ ലോജിക്ക് ഒന്നുകൂടി ചിന്തിക്കണം. അങ്ങനെ ഈ ഒരു ക്ലബിനെ അടച്ചുപൂട്ടാൻ പോവുകയാണെങ്കിൽ ഈ ക്ലബിന്റെ ഓണേഴ്സ് ക്ലബിനെ മനഃപൂർവ്വം കൊല്ലുകയാണ്. കാരണം ഇവന്മാർക്ക് നഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് വിറ്റാ പോരെ. സിമ്പിൾ ലോജിക്കല്ലേ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ വാങ്ങാൻ തയ്യാറായി വരുന്ന തൽപര കക്ഷികൾക്ക് വിറ്റാൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരില്ലല്ലോ. അപ്പം വിൽക്കാൻ വയ്യ, അടച്ചുപൂട്ടണം എന്നൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് ഒന്നുകൂടി ചിന്തിക്കണം. അവസാന മത്സരത്തിലേക്ക് ആളെ കയറ്റാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. ആളുകൾ കൂടുതൽ അവസാന മത്സരം കാണാൻ വന്നാൽ ഇത് വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ വിൽക്കുമ്പോൾ ബാർഗെയിൻ ചെയ്യുന്ന ഒരു ഭൂതകാല പാരമ്പര്യം ഈ ക്ലബിനുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ മറക്കാതെ ഇരിക്കണം. ഇവാൻ ബുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് വന്നിട്ടുള്ള ആദ്യ സീസണിൽ വാലൻസി ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസോഷ്യവുമായിട്ടാണെന്ന് തോന്നുന്നു സെയിലിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഒരു നിശ്ചിത തുക പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് വന്നപ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങളുടെ ലൈവ് സ്ട്രീമിങ് കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് നടന്നപ്പം ആ ബീച്ചിൽ നടന്ന സ്ട്രീമിങ് കാണാൻ ജനസാഗരം, കൊറോണയുടെ ലോക്ക്ഡൌൺ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു വന്നു. ലോക്ക്ഡൌണിനെ പോലും മറികടന്നുകൊണ്ട് ജനസാഗരം ഉണ്ടാക്കാൻ മാത്രം പൊട്ടൻഷ്യൽ ഈ ഒരു ക്ലബിന്റെ ഫാൻ ബേസിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ തുക ബാർഗെയിൻ ചെയ്ത് വിൽക്കാതിരുന്ന, പൊന്മുട്ടയിടുന്ന താറാവാണ് ഈ ഒരു ക്ലബിന്റെ ആരാധക വൃന്ദം എന്ന് മനസ്സിലാക്കി വിൽക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നവന്മാര് ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കുത്തി ഓഹരിക്ക് വില കൂട്ടുന്ന പരിപാടിയാണ് കാണിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അധികം ലോജിക്കൊന്നും വേണ്ട. പിന്നെ ഈ ഒരു ക്ലബിലെ താരങ്ങളുടെയും സ്റ്റാഫിൻ്റെയൊക്കെ അവസ്ഥ ഓർത്തിട്ട് നമുക്ക് ദുഃഖമുണ്ട്. കാരണം ഇറച്ചിക്കോഴികളായിട്ട് മാത്രമാണ് ഈ ഒരു ക്ലബ്ബ് പലപ്പോഴും താരങ്ങളെ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. പല താരങ്ങളുടെയും ഉയർച്ചയ്ക്കും മറ്റു ഈ ഒരു ക്ലബ്ബ് കാരണമായിട്ടുണ്ട് എങ്കിൽ പോലും ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോകുന്നുണ്ട് എന്ന് പറയുന്ന വാദത്തിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ലൈസൻസിന് വേണ്ടിയിട്ട് വുമൻ ടീം ഉണ്ടാക്കിയിട്ട് അത് നഷ്ടമാണെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയ സെറ്റപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞ ഗോകുലം കേരള FC അവരുടെ വുമൻ ടീമുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഈ ക്ലബ്ബ് അടച്ചുപൂട്ടാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ക്ലബിനെ കൊള്ളുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ വിൽക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഒന്നെങ്കിൽ ഓഹരികളുടെ വില കൂട്ടാനുള്ള സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ ഈ ഒരു നാടകത്തിനെ കാണാൻ കഴിയുള്ളൂ. ഈ ഒരു മത്സരത്തോടു കൂടി ക്ലബ്ബ് അടച്ചുപൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ക്ലബ്ബുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഹൈദരാബാദിനെ ഏറ്റെടുക്കാൻ ആളുണ്ട്, ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞാലേ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ. പിന്നെ ഒരു കാര്യം, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയൊക്കെ അനിശ്ചിതാവസ്ഥ നിറഞ്ഞ സാഹചര്യത്തിൽ കൂടി പോകുമ്പോൾ ക്ലബ്ബ് അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്ക്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി, ഇനി കുറച്ചിട്ട് നമുക്ക് ചറപറ കാര്യങ്ങൾ ചെയ്യാം.